രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ലോകത്തെ പുതിയ അച്ചുതണ്ടുകളിലേക്ക് തള്ളിയിടുമ്പോൾ രാജ്യങ്ങൾക്കിടയിലെ ബന്ധങ്ങൾ അതിശയകരമായി മാറുകയാണ്. അതിന്റെ ചുവടുവയ്പായി റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായ ആഴത്തിലേക്ക് വളരുന്നതിനെ കണക്കാക്കാം. പ്രതിരോധവും ഊർജവും കേന്ദ്രമാക്കിയ സഹകരണം സാങ്കേതിക രംഗത്തേക്കും ഇപ്പോൾ ബഹിരാകാശത്തിലേക്കും വ്യാപിക്കുന്നു. പാശ്ചാത്യ ഉപരോധങ്ങൾക്കും ആഗോള സമ്മർദ്ദങ്ങൾക്കും ഇടയിലും ഇരു രാജ്യങ്ങളെയും കൂടുതൽ അടുത്തു കൊണ്ടുവന്നു. ഇപ്പോഴത്തെ ഉപഗ്രഹ വിക്ഷേപണം ഈ ബന്ധം ഭൂമിയിലെ പരിധി കടന്ന് ബഹിരാകാശത്തേക്കും പടർന്നുവെന്നതിന്റെ വ്യക്തമായ പ്രതീകമായി മാറുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് റഷ്യ 3 ഇറാനിയൻ ആശയവിനിമയ ഉപഗ്രഹങ്ങളെ വിജയകരമായി ഭ്രമണപഥത്തിലേക്ക് എത്തിച്ചത്. കിഴക്കൻ റഷ്യയിലെ വോസ്റ്റോക്സി ലോഞ്ച് പാഡിൽ നിന്നും റഷ്യൻ റോക്കറ്റാണ് വിക്ഷേപണം നടത്തിയത്. ജൂലൈക്ക് ശേഷം നടപ്പാക്കിയ രണ്ടാമത്തെ പ്രധാന വിക്ഷേപണമാണിതെന്ന് ഇറാനിയൻ സംസ്ഥാന ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭൂമിയിൽ നിന്ന് ഏകദേശം 500 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലാണ് ഉപഗ്രഹങ്ങൾ സ്ഥാപിക്കപ്പെട്ടത്. ഇത് റഷ്യ ഇറാൻ സാങ്കേതിക സഹകരണത്തിലെ ഒരു ശക്തമായ സന്ദേശമായി വിലയിരുത്തപ്പെടുന്നു. പായ, കൗസർ, സഫർ 2 എന്നീ ഉപഗ്രഹങ്ങളാണ് ഈ ദൗത്യത്തിന്റെ ഭാഗമായത്. 150 കിലോഗ്രാം ഭാരമുള്ള പായയാണ് ഇരുവരുടെയും ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. ഇറാൻ ഇതുവരെ വിക്ഷേപിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമായി ഇത് കണക്കാക്കുന്നുണ്ട്. 35 കിലോഗ്രാം വരുന്ന കൗസർ അതിനൊപ്പമുണ്ടെങ്കിലും സഫർ 2യുടെ ഭാരവിവരം വ്യക്തമാക്കിയിട്ടില്ല. 3 മീറ്റർ വരെ റെസല്യൂഷൻ ചിത്രങ്ങൾ ലഭ്യമാക്കുന്ന ഈ ഉപഗ്രഹങ്ങൾ ജലവിഭവ മാനേജ്മെന്റ്, കാർഷിക നിരീക്ഷണം, പ്രകൃതി പരിസ്ഥിതി പഠനം എന്നിവയിൽ ഇറാനെ കൂടുതൽ സ്വയം പര്യാപ്തമാക്കും. ഇവയുടെ പ്രവർത്തന ആയുസ് ഏകദേശം 5 വർഷം വരെയാണെന്ന് വിലയിരുത്തുന്നു. വിക്ഷേപണം ഒരു സാങ്കേതിക നേട്ടത്തിലെന്നതിലുപരി ഇരു രാജ്യങ്ങളുടെയും വളരുന്ന തന്ത്രപരമായ ബന്ധത്തിന്റെ പ്രകടനവുമാണ്. ഇസ്രായേൽ അമേരിക്കൻ സമ്മർദ്ദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാനെ പിന്തുണയ്ക്കുന്ന നിലപാട് റഷ്യ തുറന്നു പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ജനുവരിയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച തന്ത്രപരമായ ഉടമ്പടി ബന്ധം കൂടുതൽ ദൃഢമാക്കിയിരുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ ഇറാനെതിരായി നടന്ന ആക്രമണത്തിൽ ശാസ്ത്രജ്ഞരും സൈനികരും അടക്കം 1100ഓളം പേരുടെ മരണത്തിന് പിന്നാലെയാണ് ഈ കരാർ. അതിനാൽ ഈ ബഹിരാകാശ പിന്തുണ സാങ്കേതിക സഹകരണത്തിൽ നിന്നുമപ്പുറം രാഷ്ട്രീയ അടുപ്പത്തിന്റെ ലക്ഷണവും കൂടിയാണ്. അതേസമയം പാശ്ചാത്യ രാജ്യങ്ങൾ ഈ പുരോഗതിയെ ആശങ്കയോടെയാണ് കാണുന്നത്. ഉപഗ്രഹ വിക്ഷേപണം UN സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങൾക്ക് വിരുദ്ധമാണെന്ന് അമേരിക്ക ആരോപിക്കുന്നു. 2023 ഇറാന്റെ മിസൈൽ പദ്ധതികളുമായി ബന്ധപ്പെട്ട ഉപരോധങ്ങൾ അവസാനിച്ചെങ്കിലും ഉപഗ്രഹ സാങ്കേതിക വിദ്യ മിസൈൽ വികസനത്തിന് ഉപയോഗപ്പെടുമോ എന്ന സംശയം വാഷിംഗ്ടൺ ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇറാനും റഷ്യയും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ മറികടന്ന് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നത് വ്യക്തമാണ്. ഈ വിക്ഷേപണവുമായി ബഹിരാകാശ സൈനിക മേഖലയിൽ ഇരു രാജ്യങ്ങളും അടുത്ത അധ്യായത്തിലേക്കാണ് കടക്കുന്നത്. ഭാവിയിൽ സംയുക്ത ഉപഗ്രഹങ്ങൾ, ഉയർന്ന ശേഷിയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ, പ്രതിരോധ ബഹിരാകാശ പ്രൊജക്ടുകൾ പോലും യാഥാർത്ഥ്യമായേക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. അമേരിക്കയും യൂറോപ്യൻ രാഷ്ട്രങ്ങളും കൂടുതൽ കർശനമായ നിലപാടുകൾ സ്വീകരിച്ചാൽ റഷ്യ ഇറാൻ അച്ചുതണ്ട് കൂടുതൽ ശക്തമാകാനും സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ ഈ വിക്ഷേപണം കേവലം ഒരു സാങ്കേതിക പ്രയോഗമല്ല, മറിച്ച് പുതിയ അന്താരാഷ്ട്ര സമവാക്യങ്ങളുടെ തുടക്കമാകാനിടയുള്ള കൃത്യമായ ഒരു രാഷ്ട്രീയ സന്ദേശമാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങളെയും നയതന്ത്ര സമ്മർദ്ദങ്ങളെയും സംയുക്തമായി പ്രതിരോധിക്കാൻ റഷ്യയും ഇറാനും തയ്യാറെടുക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ബഹിരാകാശ സാങ്കേതിക വിദ്യയിലെ ഈ സഹകരണം വരും ദിവസങ്ങളിൽ കൂടുതൽ കരുത്താർജിക്കുമോ എന്നും ഇത് ആഗോള ഭൗമരാഷ്ട്രീയത്തിൽ എങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തുമെന്നുമാണ് ഇനി ലോകം ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.